ആസ്ട്രോ ഹീലിംഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എടുക്കുക, അല്ലാത്തത് ബാക്കിയുള്ളവർക്കായിട്ട് കൊടുത്തേക്കുക. ഇതിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള ഗൈഡൻസ് നിങ്ങളിലേക്ക് എടുക്കാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ കാണുന്നത് ഇതൊരു തേർഡ് പാർട്ടി ആകാം, അല്ലെങ്കിൽ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാകാം. ഇവരുടെ മനസ്സിൽ ഇപ്പോൾ ഒരുപാട് പ്ലാനിംഗ് ഉണ്ട്, ഒരുപാട് പദ്ധതികളുണ്ട് എന്നാണ് കാണുന്നത്. അവർക്ക് തോന്നുന്നത് അവർ വളരെയധികം സ്മാർട്ടാണ് എന്നാണ്. അതായത് അവർക്ക് പല കാര്യങ്ങളും നിങ്ങൾക്കെതിരെ ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് ഈ ഒരു വ്യക്തിക്കുണ്ട്. അല്ലെങ്കിൽ അവരുടെ സ്മാർട്ട്നെസ് വെച്ചിട്ട് നിങ്ങളെ കൊണ്ട് തന്നെ പല കാര്യങ്ങളും അവർക്ക് ചെയ്യിക്കാൻ കഴിയും എന്നുള്ള ഒരു തോന്നലൊക്കെ ഇവർക്കുണ്ട്. ഇവർ വളരെയധികം സ്മാർട്ടാണെന്നാണ് ഇവർ ചിന്തിക്കുന്നത്. നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും, നിങ്ങൾക്കെതിരായിട്ട് ഗൂഢാലോചനകൾ നടത്താൻ സാധിക്കും എന്നൊക്കെയുള്ള ഒരു ചിന്തകളാണ് ഇവരുടെ മനസ്സിലുള്ളത്. മറ്റൊരു കാര്യം ഇവിടെ കാണുന്നത്, ഈ വ്യക്തി ഒറ്റയ്ക്കല്ല, ഇവരുടെ കൂടെ വേറെയും 2 വ്യക്തികൾ കൂടെയുണ്ട് എന്നാണ് കാണുന്നത്. ഇവരുടെ ഗൂഢാലോചനകളിലൊക്കെ ഇവർക്ക് പങ്കാളികളായിട്ട് വേറെയും 2 വ്യക്തികളുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇവർ വിചാരിക്കുന്നത് ഇവർ നിങ്ങളുടെ പുറകിൽ നടത്തുന്ന ഈ ഒരു ഗൂഢാലോചനകൾ അല്ലെങ്കിൽ ഈ ഒരു പദ്ധതികൾ ഒന്നും തന്നെ നിങ്ങൾ ഒരിക്കലും അറിയില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് യാതൊരുവിധ സംശയവും തോന്നില്ല, അല്ലെങ്കിൽ ഇല്ല എന്നൊക്കെയാണ് ഇവർ ചിന്തിക്കുന്നത്. പക്ഷേ ഇവർക്കറിയാത്ത ഒരു കാര്യമെന്ന് പറയുന്നത്, ഇവർ എത്രയൊക്കെ പ്ലാനിങ് നടത്തിയാലും എവിടെയെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു തെളിവ് അവശേഷിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ പുറകിൽ നിങ്ങൾ അറിയാതെ ഇവർ ചെയ്യുന്നത് എന്ത് തന്നെ ആയാലും അത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങളത് മനസ്സിലാക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വഴിയായിരിക്കും നിങ്ങൾക്കത് മനസ്സിലാകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മുൻപിൽ അത് വരും. അതായത് ഏത് രീതിയിലാണ് ഈ വ്യക്തി നിങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കാൻ പോകുന്നത് എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകും. ഒരുപക്ഷെ നിങ്ങളുടെ പാസ്റ്റിലും ഇതുപോലെ ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ ഈ വ്യക്തികൾ നിങ്ങളോട് പെരുമാറിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. വീണ്ടും ആ രീതിയിൽ നിങ്ങൾക്കെതിരായിട്ട് അവർ പ്ലാനിങ് നടത്തിയേക്കാം, അല്ലെങ്കിൽ നടത്തുന്നുണ്ട്. മത്സര ബുദ്ധിയുള്ളൊരു വ്യക്തിയാണ് എന്ന് കാണുന്നുണ്ട്. അതുപോലെ വളരെയധികം അസൂയുള്ളൊരു വ്യക്തിയാണ്. ഇവർ നിങ്ങളുടെ സൽപ്പേര് കളങ്കപ്പെടുത്താൻ ശ്രമിച്ചേക്കാം, നിങ്ങളെ മറ്റുള്ളവരുടെ മുൻപിൽ മോശക്കാരനാക്കാൻ ശ്രമിച്ചേക്കാം, നിങ്ങളുടെ വളർച്ചയെപ്പോലും തടയുന്നതിനായിട്ട് ഇവർ ശ്രമിച്ചേക്കാം. അതിനായിട്ട് ഇവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. നിങ്ങളുടെ ജോലിയിലൊക്കെ പ്രൊമോഷൻ കിട്ടുന്നത് തടയാൻ ഇവർ ശ്രമിച്ചേക്കാം, ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജോലി സ്ഥലത്തുള്ള വ്യക്തിയാണെങ്കിൽ. അല്ലെങ്കിൽ വീട്ടിൽ നിന്നുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഇമേജിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളോട് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. ആ ഒരു സമയത്ത് നിങ്ങൾ ദേഷ്യത്തിൽ റിയാക്ട് ചെയ്തേക്കാം. അത് കാണിച്ചിട്ട് മറ്റുള്ളവരോട് പറഞ്ഞ് നിങ്ങളുടെ ഇമേജ് നശിപ്പിച്ചേക്കാം. നിങ്ങളുടെ പേര് തന്നെ മോശമാക്കിയേക്കാം. കാരണം ഇവർക്കറിയാം നിങ്ങൾ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സോളാണ് എന്നുള്ളത്. അതുപോലെ നിങ്ങളെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് അവർക്കറിയാം. നിങ്ങൾ ആരുടെ മുൻപിലും തല കുനിക്കേണ്ടി വരില്ല, നിങ്ങൾക്കിങ്ങനെ തല കുനിക്കേണ്ടതായിട്ട് വരില്ല എന്നുള്ളതും ഇവർക്കറിയാം. നിങ്ങൾ ആരുടെയും ഒന്നും ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ്. അതായത് മറ്റുള്ളവരുടെ സമ്പത്തോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വളർച്ചയിൽ അസൂയ തോന്നുന്നതോ അങ്ങനെയുള്ളൊരു വ്യക്തിയല്ല നിങ്ങൾ ആരുടെ ഒന്നും ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് യാതൊരുവിധ തെറ്റുകളും ചെയ്യുകയുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരിക്കലും ആരുടെ മുൻപിലും തോൽക്കേണ്ടിയും വരില്ല. നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ വളരെയധികം വിശ്വാസമുണ്ട്. എത്രയധികം പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകേണ്ടി വന്നപ്പോഴും ഞാൻ ഇവിടെ നിന്നും എഴുന്നേൽക്കും, എന്നെക്കൊണ്ട് ഇതൊക്കെ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ കഠിനാധ്വാനത്തിൽ തന്നെ നിങ്ങൾക്ക് വിശ്വാസമുണ്ട്. നിങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട്, അല്ലാതെ മറ്റുള്ളവരിലല്ല നിങ്ങൾ ഇന്ന് വിശ്വാസം വെച്ചിരിക്കുന്നത്. ഒരിക്കലും നിങ്ങൾ മറ്റുള്ളവരെ ഒരുപാട് വിശ്വസിച്ചിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഒരു ഡോറ് തന്നെ തുറന്നിട്ടിരുന്നു അവർക്കായിട്ട്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. നിങ്ങൾ മറ്റുള്ളവരിലല്ല നിങ്ങളുടെ വിശ്വാസം വെച്ചിരിക്കുന്നത്, നിങ്ങളിൽ തന്നെയാണ്. ഈ വ്യത്യാസങ്ങളെല്ലാം തന്നെ അവർക്ക് ഇതിനകം മനസ്സിലായിട്ടുമുണ്ട്. ഇവരുടെ ഈ ഒരു മുഖം മൂടി വെച്ച മുഖം നിങ്ങളുടെ മുൻപിൽ ഇതിനകം തെളിഞ്ഞിട്ടുണ്ടാവണം. ഏത് രീതിയിലാണോ ഈ വ്യക്തി നിങ്ങളുടെ ഹൃദയത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെയൊക്കെ തകർത്തത്, അതായത് ഒരു സമയത്ത് ഈ വ്യക്തി അല്ലെങ്കിൽ ഈ വ്യക്തികൾ കാരണം നിങ്ങൾക്ക് ഒരുപാട് ഉത്കണ്ഠ ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾ ഡിപ്രഷനിലേക്ക് പോലും പോയിട്ടുണ്ട്. ഇവർ നിങ്ങളെ ഒരുപാട് മാനസികമായിട്ട് വേദനിപ്പിച്ചു.
നിങ്ങൾ ചിന്തിക്കാത്ത രീതിയിൽ ഒരു ചതിയൊക്കെ അവരിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായി. നല്ല രീതിയിലുള്ള പ്ലാനിങ് ഇവർ നടത്തി നിങ്ങളെ ദ്രോഹിക്കുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങളെ പൂർണ്ണമായിട്ടും തകർക്കുന്നതിനായിട്ട് എല്ലാം അവർ നിങ്ങളിൽ നിന്നും ഊറ്റിയെടുക്കാനും ശ്രമിച്ചതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ബന്ധങ്ങളെ നശിപ്പിച്ചു, സാമ്പത്തികപരമായിട്ട് നിങ്ങളെ തകർക്കാനായിട്ട് അവർ ശ്രമിച്ചു. എല്ലാ മേഖലകളിലും, നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും തടസ്സങ്ങൾ ഇവരുണ്ടാക്കി. നിങ്ങൾ അവസാനം ഒറ്റപ്പെട്ടു പോയി, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലായി, അല്ലെങ്കിൽ അവരെ ആക്കി. ഇനി ഇവർ വീണ്ടും നല്ലതാണ് എന്ന് ചമഞ്ഞിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാം. എന്നാൽ ഈ ഒരു വ്യക്തിയുടെ സത്യാവസ്ഥ, അല്ലെങ്കിൽ അവരുടെ മനസ്സിലിരിപ്പ്, അവരുടെ പദ്ധതികളൊക്കെയും വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. പക്ഷേ ഈ സമയം ഇവർ വന്നാൽ പോലും നിങ്ങൾ ഇവരുടെ വാക്കുകളിൽ വിശ്വസിക്കില്ല. നിങ്ങൾ വളരെ സ്മാർട്ടായിട്ടുള്ള രീതിയിലായിരിക്കും കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ ഇതിനകം ഉണ്ടായിക്കഴിഞ്ഞു. പാസ്റ്റിൽ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ നിങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. നിങ്ങളുടെ വിധിയെ തന്നെ നിങ്ങൾ ജയിച്ചതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്, ബുദ്ധിപരമായിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങൾ കൊണ്ട്. ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ വന്നു കഴിഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്ന തടസ്സങ്ങൾ, അത് സാമ്പത്തികപരമായാൽ പോലും അവിടെയൊക്കെ നിങ്ങൾക്ക് നേട്ടം എനിക്ക് കാണുന്നുണ്ട്, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാം. നിങ്ങളുടെ ജീവിതം ഈ രീതിയിൽ ആയിരിക്കുമെന്ന് കരുതിയ ചില വ്യക്തികളുണ്ട്. അവരുടെ മുൻപിലൊക്കെ നിങ്ങളുടെ ജീവിതം തന്നെ മാറുകയാണ്. അവരുടെ മുൻവിധികളെല്ലാം തന്നെ തെറ്റാകുന്നു. നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ വാതിൽ ഡിവൈൻ തുറക്കുന്നതായിട്ടാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ആ ഒരു വഴി, ഡിവൈൻ തരുന്ന ആ ഒരു വഴി നിങ്ങളുടെ മുൻപിൽ തുറക്കുകയാണ്. ആ ഒരു പുതിയ ഡയറക്ഷൻ നിങ്ങളുടെ മുൻപിൽ തുറന്നു വരും. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ തന്നെ ബാധിക്കുമെന്നാണ് കാണുന്നത്. ഒരിക്കൽ നിങ്ങളുടെ ചിന്തകളിൽ മാത്രമുണ്ടായിരുന്ന ആ ഒരു ഗ്രോത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നം മാത്രമായിരുന്ന ആ ഒരു ഗ്രോത്ത്, അതായത് അതെൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ, എനിക്കത് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിച്ചിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ യാഥാർത്ഥ്യമാകുന്നതാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു സ്ത്രീയുടെ എനർജിയാണ് എനിക്ക് കൂടുതലായിട്ടും ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്ത്രീയുടെ വാക്കുകൾ കേട്ട് നിങ്ങൾ അവർ പറയുന്നതിനനുസരിച്ചിട്ട് നിങ്ങളുടെ മനസ്സ് ഒരിക്കലും മാറ്റരുത്. നിങ്ങൾ അവരെ വിശ്വസിക്കരുത്. വളരെയധികം തന്ത്രശാലിയായിട്ടുള്ളൊരു വ്യക്തിയാണിത്. അവരുടെ വാക്കുകൾ കൊണ്ട് ചിലപ്പോൾ നിങ്ങളെ മാറ്റിയേക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ട്രാപ്പിലാക്കിയേക്കാം. കാരണം ഈ ഒരു സ്ത്രീ നിങ്ങളെ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്നിട്ട് അവർ നിങ്ങൾക്ക് തന്നെ പണി തരികയും ചെയ്യും. നിങ്ങളുടെ വീക്ക് പോയിന്റിൽ പിടിച്ചുകൊണ്ട് നിങ്ങളെക്കുറിച്ച് എല്ലാവരോടും പോയി അവർ പറഞ്ഞേക്കാം, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് 1% പോലും ഈ ഒരു സ്ത്രീയെ നിങ്ങൾ വിശ്വസിക്കരുത്. കാരണം ഈ സ്ത്രീക്ക് നിങ്ങളുടെ പവറിൽ അസൂയാണ്, നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ അസൂയാണ്. അവരെപ്പോഴും നിങ്ങളെ വെച്ചിട്ട് അവരെ കമ്പയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ വ്യക്തികളിൽ നിന്നും മാറി നിൽക്കേണ്ടത് നിങ്ങൾക്ക് വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ ബൗണ്ടറീസൊക്കെ സെറ്റ് ചെയ്ത് നിങ്ങളുടെ കാര്യം മാത്രം ശ്രദ്ധിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് നല്ലതും അത് തന്നെയാണ്. കാരണം ഈ ഒരു സമയത്ത് നിങ്ങൾ ആരെ വിശ്വസിച്ചാലും അവർ നിങ്ങളുടെ വിശ്വാസത്തെ തകർത്തേക്കാം. അങ്ങനെ പറയാൻ വേറൊരു കാര്യം കൂടെയുണ്ട്. അതായത് ചിലപ്പോൾ നിങ്ങൾ നോർമലായിട്ടുള്ളൊരു കാര്യം ഒരു വ്യക്തിയോട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം. ചിലപ്പോൾ നിങ്ങളുടെ ഒരു നോർമലായിട്ടുള്ളൊരു ഫ്രണ്ടായിരിക്കും, ആ ഒരു വ്യക്തിയോട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ വേറൊരു സമയത്ത് വേറൊരാളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യം അവരുടെ വായിൽ നിന്നും കേൾക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവർ മറ്റുള്ളവരോട് പോയി പറയുന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയാതിരിക്കുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ വിഷമങ്ങളായിക്കോട്ടെ, നിങ്ങൾ പറയാതിരിക്കുക. നിങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള വ്യക്തികളോട് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതിൽ പ്രശ്നമില്ല. പക്ഷേ എങ്കിലും അല്ലാത്തവരോട് പറയാതിരിക്കുക. കാരണം നിങ്ങളുടെ വീക്ക്നെസ്സിനെ നിങ്ങൾക്കറിയാൻ പറ്റില്ല അവർ നിങ്ങളെ എങ്ങനെയാണ് കാണുന്നതെന്ന്. നിങ്ങൾക്ക് ചിലപ്പോൾ വിചാരിക്കുന്ന അയാൾ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്, നല്ലൊരു വ്യക്തിയാണെന്നായിരിക്കും. പക്ഷെ അങ്ങനെ ആയിരിക്കില്ല. ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് അസൂയയായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളെ താഴ്ത്തി കെട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളോട് അസൂയ വന്നിട്ട് നിങ്ങൾ പറയുന്ന നോർമൽ കാര്യത്തിനെ പോലും കുറച്ചുകൂടെ കൂടുതൽ കൂട്ടിയിട്ട് പല രീതിയിൽ പറഞ്ഞേക്കാം. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ പറയാതിരിക്കുക. പ്രത്യേകിച്ചും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിലെ വിഷമങ്ങൾ, അത് നിങ്ങളുടെ പേര് കളങ്കപ്പെടുത്തുന്നതിനായിട്ട് അവർ ഉപയോഗിച്ചേക്കാം. അതായത് നിങ്ങളുടെ വിഷമം അവർ കേട്ടിട്ട് തിരിച്ചവർ മറ്റുള്ളവരോട് നിങ്ങളുടെ കൂടെ നിന്നിട്ടായിരിക്കില്ല പറയുന്നത്.
അല്ലെങ്കിൽ നിങ്ങളുടെ സൈഡ് പിടിച്ചിട്ടായിരിക്കില്ല പറയുന്നത്. നിങ്ങൾക്ക് ദ്രോഹം ചെയ്ത ആ വ്യക്തിയുടെ കൂടെ നിന്നിട്ട് അത്രയും നല്ലൊരു വ്യക്തിയായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും അല്ല, ഇതിനേക്കാൾ വലുതാണ് വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ ഫീലിങ്സിനെയൊക്കെ അവർ കുറച്ച് കാണിച്ചേക്കാം. അതെല്ലാം അസൂയ കൊണ്ടാണ്. അതുകൊണ്ട് ഒരു കാര്യങ്ങളും ഒരു വ്യക്തികളോടും പറയാതിരിക്കുക. നിങ്ങൾക്ക് പറയണമെങ്കിൽ ഡിവൈനോട് പറയുക. അതിനേക്കാൾ വലിയ ഒരു കേൾവിക്കാരനില്ല. നിങ്ങളെ മനസ്സിലാക്കാനും നിങ്ങൾക്ക് ഉത്തരം തരാനും അതിനേക്കാൾ വലുതായിട്ട് ആരുമില്ല ഈ ലോകത്ത്. അതുകൊണ്ട് ഡിവൈനിൽ മാത്രം നിങ്ങൾ നിങ്ങളുടെ വിഷമങ്ങൾ പറയുക. അതായത് ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ കാര്യങ്ങൾ പറയുന്ന ഈ ഒരു നോർമൽ ഫ്രണ്ടായിക്കോട്ടെ, ഇവരൊരു തേർഡ് പാർട്ടിയോട് പറയുന്നത് ആ തേർഡ് പാർട്ടിയുടെ വായിൽ നിന്നും നിങ്ങൾ കേൾക്കുകയും അവിടെ നിങ്ങൾക്കൊരു ക്ലിക്ക് ആവുകയും ചെയ്യും. അതായത് വിശ്വസിക്കാൻ പറ്റാവുന്ന ആരുമില്ലല്ലോ എന്നുള്ളൊരു ചിന്ത നിങ്ങളിൽ ഉണ്ടാവുകയും ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ക്ലിക്ക് ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാകുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാകാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക, ഇത് ഡിവൈനിൽ നിന്നുള്ളൊരു അലേർട്ടാണ്, നിങ്ങളോട് പറയുന്നതാണ്. ഈ ഒരു ചെറിയ കാര്യം പറഞ്ഞപ്പോൾ ഉടനെ മറ്റുള്ളവരോട് പോയി പറഞ്ഞു, ഇത്രയും വലുതാക്കി. അപ്പോൾ വലിയ വലിയ കാര്യങ്ങളാണെങ്കിലോ, അതുകൊണ്ട് ഒന്നും പറയാതിരിക്കുക എന്നുള്ള ഒരു അലേർട്ട് മെസ്സേജാണ് ഡിവൈനിൽ നിന്നും ലഭിക്കുന്നതാണ് എന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ വലിയ വലിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാതിരിക്കുക ആരുമായിട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വലിയ വലിയ പദ്ധതികൾ, നിങ്ങളുടെ മനസ്സിലുള്ള ഐഡിയാസ്, നിങ്ങൾ ഫ്യൂച്ചറിൽ പ്രാക്ടിക്കലാക്കാൻ പോകുന്ന കാര്യങ്ങൾ, നിങ്ങൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും, നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന ഇമ്പ്രൂവ്മെൻറ്റ്സ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന വഴക്കുകൾ ഒന്നും തന്നെ ആരോടും പറയാതിരിക്കുക. നിങ്ങളുടെ ജോലിയിൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ, നിങ്ങളുടെ സാമ്പത്തിക വളർച്ച, നിങ്ങളുടെ സാലറി കൂടുന്നത്, ഇവയൊന്നും ആരോടും നിങ്ങൾ പറയാതിരിക്കുക. ഇത് നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്നുള്ള ഒരു സന്ദേശമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ മുൻപ് പറഞ്ഞതുപോലെ ഈ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഒരുപാട് ഗൂഢാലോചനകൾ, പദ്ധതികളൊക്കെ നടത്തുന്നുണ്ട്. അവർ വിചാരിക്കുന്നത് നിങ്ങൾ അറിയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇവരൊരുപക്ഷെ വളരെ പ്രൗഡായിട്ട് നിങ്ങളുടെ മുൻപിൽ വന്ന് നിന്ന് സംസാരിച്ചേക്കാം. അതായത് നിങ്ങൾ അറിയുന്നില്ലല്ലോ, നിങ്ങൾ മനസ്സിലാക്കുന്നില്ലല്ലോ, ഞാൻ നിങ്ങളെക്കുറിച്ച് ബാക്കിൽ പറയുന്ന ഒന്നും നിങ്ങൾ അറിയുന്നില്ലല്ലോ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് നശിപ്പിക്കാൻ വേണ്ടി ഞാൻ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് നിങ്ങൾ അറിയുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ പ്രൗഡ്ലി നിങ്ങളുടെ ഫ്രണ്ടിൽ വന്ന് നല്ല മുഖം കാണിച്ച് നിന്നേക്കാം. പക്ഷേ നിങ്ങളുടെ ബാക്കിൽ ഇവർ ചെയ്യുന്നത് ഒരുപാട് പദ്ധതികളാണ്, അല്ലെങ്കിൽ ഒരുപാട് മാനിപ്പുലേഷൻസ് ആണ്, ഒരുപാട് ഗ്യാസ് ലൈറ്റിംഗ് ആണ്. നിങ്ങൾ ഭഗവാനിൽ, യൂണിവേഴ്സിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക, പ്രാർത്ഥിക്കുക. ആ ഒരു ശക്തിയിൽ നിങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. നിങ്ങൾ സറണ്ടർ ചെയ്യുക. നിങ്ങളുടെ വിഷമങ്ങളും ദുഃഖങ്ങളും എല്ലാം യൂണിവേഴ്സിനോട് പറയുക. അദ്ദേഹത്തിൻ്റെ മുൻപിൽ മാത്രം നിങ്ങൾ കാണിക്കുക. കാരണം യൂണിവേഴ്സിൻ്റെ കരം നിങ്ങളുടെ മേൽ തന്നെയുണ്ട്. അദ്ദേഹത്തിൻ്റെ സംരക്ഷണ വലയും നിങ്ങളുടെ ചുറ്റുമുണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്നും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. മുൻപോട്ട് പോകാനുള്ള വഴി അദ്ദേഹം നിങ്ങൾക്ക് കാണിച്ചു തരുകയും ചെയ്യും. ഈ വ്യക്തികളുടെ സത്യാവസ്ഥ നിങ്ങളുടെ മുൻപിൽ അദ്ദേഹം കൊണ്ട് കാണിച്ചു തരികയും ചെയ്യും. അതുകൊണ്ട് ഒന്നും തന്നെ ഭയപ്പെടാതെ വിശ്വസിച്ച് നിങ്ങളെ സറണ്ടർ ചെയ്ത്, ലെറ്റ് ഗോ ചെയ്യേണ്ട കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്ത്, നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം നോക്കി മുന്നോട്ട് പോവുക. വളരെ ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് പേടിക്കാനായിട്ട് ഒന്നും തന്നെയില്ല. സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.